ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിലേക്ക്. ദക്ഷിണ കൊറിയയിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക് സൂവിനെ ഇംപീച്ച് ചെയ്ത് പാർലമെന്റ്. ഡെമോക്രാറ്റിക് പാർട്ടി അവതരിപ്പിച്ച പ്രമേയം 192 വോട്ടുകളോടെ പാസായി. പ്രമേയത്തെ എതിർത്ത പീപ്പിൾസ് പവർ പാർട്ടി അംഗങ്ങൾ നീക്കം സ്വേച്ഛാധിപത്യപരമെന്ന് ആരോപിക്കുകയും ചെയ്തു. ഭരണകക്ഷി അംഗങ്ങൾ സ്പീക്കറുടെ ചേംബർ വളഞ്ഞതോടെ സഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. രാജ്യത്ത് പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച യൂൻ സുക് യോളിനെ ഇംപീച്ച്മെന്റ് ചെയ്ത് 2ാം ആഴ്ച പിന്നിടുമ്പോഴാണ് സഭ വീണ്ടും രാഷ്ട്രീയ പോരിന് വേദിയാകുന്നത്. യൂനിന്റെ പുറത്താക്കലിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ പ്രധാനമന്ത്രി ഹാൻ ഡക് സൂ വെള്ളിയാഴ്ച ഇംപീച്ച് ചെയ്യപ്പെട്ടു. പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെച്ച പ്രമേയം 300 അംഗ സഭയിൽ 192 വോട്ടോടെയാണ് പാസ്സായത്. ഇതോടെ ധനമന്ത്രി ചോയ് സാങ് മോക് ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. ഭരണകക്ഷി പീപ്പിൾസ് പവർ പാർട്ടി പ്രമേയത്തെ എതിർത്തെങ്കിലും സഭയിൽ ഭൂരിപക്ഷമുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഇംപീച്ച്മെന്റ് പാസ്സാക്കുകയാണ് ഉണ്ടായത്. പ്രമേയാവതരണത്തിനിടെ സ്പീക്കറുടെ ചേംബർ വളഞ്ഞ് പീപ്പിൾസ് പവർ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധിച്ചു. നീക്കം സ്വേച്ഛാധിപത്യപരമെന്നാണ് പീപ്പിൾസ് പവറിന്റെ ആരോപണം. വോട്ടെടുപ്പ് അസാധുവാണെന്ന് PPP വാദിച്ചെങ്കിലും സ്പീക്കർ ഈ വാദം അംഗീകരിച്ചില്ല. പ്രസിഡന്റിനെ പുറത്താക്കാൻ സഭയുടെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണെങ്കിൽ താൽക്കാലിക ചുമതലയിൽ നിന്ന് പ്രധാനമന്ത്രിയെ പുറത്താക്കാൻ കേവല ഭൂരിപക്ഷം മാത്രം മതി. മുൻ പ്രസിഡന്റ് യൂനിന്റെ പുറത്താക്കലിൽ ഭരണഘടനാ കോടതി വിചാരണ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹാനിന്റെ ഇംപീച്ച്മെന്റ്. ഭരണഘടനാ കോടതിയിലെ 3 ജഡ്ജിമാരുടെ ഒഴിവ് നികത്തണമെന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവശ്യം ഹാൻ തള്ളിയിരുന്നു. യൂനിന്റെ വിചാരണ നടപടികൾ വൈകിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു ഡെമോക്രാറ്റിക് പക്ഷത്തിന്റെ ആരോപണം. ആക്ടിംഗ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത നീക്കത്തിനെതിരെ ഭരണഘടനാ കോടതിയെ സമീപിക്കാനാണ് PPPയുടെ നീക്കം. അതേസമയം മുൻ പ്രസിഡന്റ് യൂനിന്റെ വിചാരണയിൽ ജനുവരി 3-നാണ് അടുത്ത ഹിയറിംഗ്. 180 ദിവസത്തിനുള്ളിൽ യൂനിന്റെ പുറത്താക്കൽ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകണമെന്നാണ് നിയമം. പുറത്താക്കൽ കോടതി അംഗീകരിക്കുന്ന പക്ഷം 60 ദിവസത്തിനുള്ളിൽ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.